ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് സിഗ്നൽ. അപ്പോൾ സിമെട്രിക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ സിഗ്നലും അതുപോലെ ആൻറ്റി സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് സിഗ്നലുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എ സിഗ്നൽ എക്സ് ഓഫ് ടി ക്യാൻ ബി എക്സ്പ്രസ് ദ സം ഓഫ് ഈവൺ ആൻഡ് ഓഡ് സിഗ്നൽ. അപ്പോൾ ഈവൺ സിഗ്നലിൻ്റെയും ഓഡ് സിഗ്നൽ സമ്മായിട്ട് നമുക്കൊരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ എക്സ് ഓഫ് ടി സിക്വൽ ടു എക്സ് സി ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഇത് ഈവൺ സിഗ്നലും ഇത് ഓഡ് സിഗ്നലും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈവൺ സിഗ്നലും ഓഡ് സിഗ്നലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എക്സ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ആൻഡ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ഈവൺ ആൻഡ് ഓഡ് സിഗ്നൽ കണ്ടുപിടിക്കുക. നമ്മൾ നോക്കിയത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഈവൺ ആൻഡ് ഓഡ് സിഗ്നൽ കണ്ടുപിടിക്കാനായിട്ടുള്ളതായിരുന്നു. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി. നമ്മൾ ഈവൺ ആൻഡ് ഔട്ട് കമ്പോണൻസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് തന്നെ നമുക്ക് ഇക്വേഷൻ വരുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ആ ടേംസ് നമ്മളോട് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഓഫ് ടി നമുക്കിവിടെ ക്വസ്റ്റ്യനിലൂടെ തന്നിട്ടുണ്ട്. നമ്മൾ എക്സ് ഓഫ് മൈനസ് ടി എഴുതണം. എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് ഇവിടെ ടി ഉള്ളടത്ത് നമ്മളവിടെ മൈനസ് ടി എന്നവിടെ കൊടുക്കും. അപ്പോൾ അവിടെ കോസ് ഓഫ് മൈനസ് ടി പ്ലസ് സൈൻ ഓഫ് മൈനസ് ടി പ്ലസ് കോസ് ഓഫ് മൈനസ് ടി സൈൻ ഓഫ് മൈനസ് ടി നമ്മളവിടെ എഴുതി. അതോടെ ടിക്ക് പകരം മൈനസ് ടി എന്ന് കൊടുത്തു. അപ്പോൾ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ നമുക്ക് കോസ് ഓഫ് മൈനസ് ടീന് പകരം കോസ് ടി എന്ന് എഴുതാം. മൈനസ് സൈൻ ടി എന്ന് വരും. അതായത് സൈൻ ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ആണ്. അപ്പോൾ ആ മൈനസ് ആണ് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അവിടെ മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി സൈൻ ടി എന്ന് വരും. ഇവിടെയും അതേപോലെ തന്നെ കോസ് ഓഫ് മൈനസ് ടി കോസ് ടി ആൻഡ് സൈൻ ഓഫ് മൈനസ് ടി മൈനസ് സൈൻ ടി. അപ്പോൾ ആ മൈനസ് പുറത്തേക്ക് എടുത്തപ്പോഴാണ് ഇവിടെ മൈനസ് വന്നിട്ടുള്ളത്. നമുക്ക് എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് മൈനസ് ടി നമുക്ക് അവിടെ കിട്ടി. ഇനി നമുക്ക് എക്സ് സി ഓഫ് ടി എന്ന് പറയുമ്പോൾ ഈവൺ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫോർമുലയ്ക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ കോസ് ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി സൈൻ ടി വരും നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ഈ ടേംസ് സൈൻ ടി ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ കോസ് ടി സൈൻ ടിയും അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്കിവിടെ ഈ കോസ്റ്റിയും ആഡ് ചെയ്യുമ്പോൾ 2 കോസ് ടി എന്ന് വരും. സോ ഹാഫ് ഓഫ് 2 കോസ് ടി എന്ന് പറയുമ്പോൾ എന്ത് വരും? അവിടെ 2 ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ നമുക്കവിടെ കോസ് ടി എന്ന് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇതാണ് എക്സ് സി ഓഫ് ടി എന്ന് പറയുന്നത് ഈവൺ കമ്പോണൻറ്റ്. ഇനി നമ്മളവിടെ എക്സ് ഒ ഓഫ് ടി നമ്മൾ ഓഡ് കമ്പോണൻ്റ് അവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ് ഓഫ് ടി എക്സ് ഓഫ് മൈനസ് ടി നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളവിടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ഈ ഒരു ഇക്വേഷൻ എക്സ് ഓഫ് ടി മൈനസ് ഈ എക്സ് ഓഫ് മൈനസ് ടി ചെയ്യുമ്പോൾ എന്ത് വരും? ഹാഫ് ഓഫ് കോസ് ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി. ഇനി മൈനസ് കോസ് ടി നമ്മളിവിടെ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് സൈൻ ടി വരും. ഇവിടെ ആണെങ്കിൽ മൈനസ് മാറിയിട്ട് പ്ലസ് ഓഫ് പ്ലസ് കോസ് ടി സൈൻ ടി എന്ന് വരും. അവിടെ നമുക്ക് ഈ കോസ് ടി അവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അവിടെ ഹാഫ് ഓഫ് 2 സൈൻ ടി പ്ലസ് 2 കോസ് ടി സൈൻ ടി എന്ന് വരും. നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ 2 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ രണ്ട് ടൈമിൽ നിന്നും അവിടെ സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി നമുക്ക് അവിടെ വരും. ഇതാണ് ഓഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഈവൺ ആൻഡ് ഓഡ് കമ്പോണൻറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് പ്ലസ് എക്സ് ഓഫ് മൈനസ് എൻ ആണ് വരുന്നത്. ആൻഡ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് മൈനസ് എൻ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൽ നമ്മൾ ചെയ്തല്ലോ ഈവൺ ആൻഡ് ഓഡ് സിഗ്നലിന്, അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഈവൺ ആണോ ഓഡാണോ നമ്മൾ കണ്ടുപിടിക്കുക. എക്സ് ഓഫ് മൈനസ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ആണെങ്കിൽ അത് ഈവൺ സിഗ്നൽ ആയിരിക്കും. ആൻഡ് എക്സ് ഓഫ് മൈനസ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് എൻ ആണെങ്കിൽ അത് ഓഡ് സിഗ്നൽ ആയിരിക്കും. നമുക്ക് ഡിസ്ക്രീറ്റിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ നമുക്ക് എക്സ് ഓഫ് എൻ ഇവിടെ തന്നിട്ടുണ്ട്. -2 -1 2 -1 3. അപ്പോൾ നമുക്കിവിടെ സീറോയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. നമുക്കവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും 0 ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് നെഗറ്റീവും റൈറ്റ് സൈഡിലേക്കുള്ളത് പോസിറ്റീവും. അപ്പോൾ അവിടെ -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1, -2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ -2, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ -1 ആൻഡ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 3. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. എച്ച് സി ഓഫ് എൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് മൈനസ് എൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ വാല്യൂസ് നമുക്കിവിടെ ആദ്യം എക്സ് സി ഓഫ് 0 കണ്ടുപിടിക്കണം. അതായത് നമുക്കിവിടെ 0 1 2 ആണ് നമുക്കിവിടെ വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ
HCF0, HCF1 അതുപോലെ HCF2 നമ്മളിവിടെ കണ്ടുപിടിക്കണം. HCF0 എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് എക്സ് ഓഫ് 0 പ്ലസ് ഹാഫ് ഓഫ് എക്സ് ഓഫ് -0. നമുക്ക് -0 എന്ന് പറഞ്ഞ സംഭവം ഇല്ല, പക്ഷെ നമ്മൾ അവിടെ അങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ ഹാഫ് എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എക്സ് ഓഫ് 0 ആണെങ്കിലും -0 ആണെങ്കിലും ആ 2 ആണ് അവിടെ വരുന്നത്. സോ ഹാഫ് ഓഫ് 2 + 2 എന്ന് പറയുമ്പോൾ അവിടെ 2 എന്നുള്ള ആൻസർ വരും. അപ്പോൾ HCF0 എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. ഇനി XCF1 എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഈ എക്സ് ഓഫ് 1ഉം എക്സ് ഓഫ് -1 ആണ് നമുക്ക് അവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ അത് ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഹാഫ് ഓഫ് -1 + 1 എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. അവിടെ എത്ര വേണം 0 ആയിരിക്കും വരാം. അപ്പോൾ ഇതാണ് XCF1 എന്ന് പറയുന്നത്. ഇനി XCF2 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് -2 ആണ് വരുന്നത്. അപ്പോൾ എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് 3ഉം എക്സ് ഓഫ് -2 എന്ന് പറയുന്നത് -2 ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ വാല്യൂസ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ 3 + -2 എന്ന് പറയുമ്പോൾ 3 - 2 ആണ് വരുന്നത്. സോ അവിടെ 1 വരും. 1/2 എന്നവിടെ XCF2 കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈവൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് -n എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഓഫ് n തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതേ വാല്യൂസ് തന്നെ ആയിരിക്കും ഇതിൻ്റെ നെഗറ്റീവും വരാം. അപ്പോൾ HCF എന്ന് പറയുമ്പോൾ ഇപ്പോൾ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ വരുന്നത് 2 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ സെൻറ്ററിൽ എഴുതിയിട്ടുള്ളത്. ആൻഡ് എക്സ് ഓഫ് 1ഉം HCF -1ഉം സെയിം ആണ്. സോ നമ്മൾ ഇവിടെ രണ്ടിടത്തും 0 എഴുതി. ആൻഡ് HCF2ഉം HCF -2ഉം സെയിം ആണ്. അപ്പോൾ അത് ഹാഫ് ആണ് വരുന്നത്. അങ്ങനെ എക്സ് ഓഫ് 2ഉം എക്സ് ഓഫ് -2ഉം ഹാഫ് എഴുതി. ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. HCF ഹാഫ് 0 2 0 ഹാഫ്. നമ്മൾ ഈവൺ കമ്പോണൻറ്റ് കണ്ടുപിടിച്ചു. ഇനി ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. ഓഡ് കമ്പോണൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് n = ഹാഫ് ഓഫ് എക്സ് ഓഫ് n മൈനസ് എക്സ് ഓഫ് -n ആണ് വരുന്നത്. നമുക്ക് ഇവിടെ x0 ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2 ഇതാണ് മൂന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് ഈ സീക്വൻസിൽ 0 1 2 ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം x0 ഓഫ് 0 നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ നമുക്ക് 2 ആണ് വരുന്നത്. ആൻഡ് എക്സ് ഓഫ് -0 അതായാലും 2 തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ആ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഹാഫ് ഓഫ് 2 - 2 എന്ന് പറയുമ്പോൾ അവിടെ 0 എന്ന് വരും. ഇനി എക്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താ, ഹാഫ് ഓഫ് എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് -1 ആണ്. അപ്പോൾ ഇവിടെ വാല്യൂ എൻ്റെ എക്സ് ഓഫ് 1 വരുന്നത് -1ഉം എക്സ് ഓഫ് -1 വരുന്നത് 1 ആണ് വരുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഓഫ് -1 വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര വരും, -1 എന്നവിടെ കിട്ടും. ഇനി x0 ഓഫ് 2 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് 2 മൈനസ് എക്സ് ഓഫ് -2 ആണ് വരുന്നത്. ഇതാണ് എക്സ് ഓഫ് 2 ആൻഡ് ഇതാണ് എക്സ് ഓഫ് -2 എന്ന് പറയുന്നത്. സോ ഹാഫ് ഓഫ് 3 മൈനസ് -2 എന്ന് വരും. അപ്പോൾ അവിടെ +2 വരും. അപ്പോൾ 3 + 2 5 വരും. അപ്പോൾ 5/2 2.5 ആണ് അവിടെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് x0 ഓഫ് 1ഉം അതുപോലെ x0 ഓഫ് 2ഉം നമുക്ക് അവിടെ കിട്ടി അല്ലേ. ഇനി നമുക്ക് അവിടെ ഓഡ് സീക്വൻസ് എഴുതാം. ഓഡ് സീക്വൻസ് എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എത്ര വരുന്നത് 0 ആണ് വരുന്നത് അല്ലേ. അതാണ് ഏറ്റവും സെൻറ്ററിൽ വരുന്നത് എക്സ് ഓഫ് 0. ഇനി x0 ഓഫ് 1 എന്ന് പറയുന്നത് -1 ആണ് വരുന്നത്. അപ്പോൾ എക്സ് ഓഫ് -1 എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം, നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും വരാം. അതായത് നമുക്ക് ഓഡ് സീക്വൻസ് പറയുമ്പോൾ എക്സ് ഓഫ് n = മൈനസ് എക്സ് ഓഫ് n ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ -1 ആണെങ്കിൽ അത് ഇവിടെ 1 ആയിരിക്കും വരാം ഓപ്പോസിറ്റ് സൈൻ കൊടുത്തപ്പോൾ. അപ്പോൾ x0 ഓഫ് 2 എന്ന് പറയുന്നത് 2.5 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും എക്സ് ഓഫ് -2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2.5 എഴുതിയപ്പോൾ അത് ഇവിടെ -2.5 എന്നുള്ള വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ഓഡ് സീക്വൻസ് എഴുതാം.